ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. കേരളം ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. പുനർനാമകരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ അങ്ങനെ ഔദ്യോഗികമായി കേരള ഇനി ഔദ്യോഗിക രേഖകളിലെല്ലാം കേരളമായി മാറിയിരിക്കുന്നു. കേരള എന്ന പേര് കേരളം എന്ന നിലയിലേക്ക് മാറ്റുന്നതിനുള്ള ബില്ലിനാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ലോക്സഭയും രാജ്യസഭയും ബില്ല് പാസാക്കിയിരുന്നു. കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഓഗസ്റ്റ് 11 ലോക്സഭയും ഓഗസ്റ്റ് 12 രാജ്യസഭയിലും ബില്ല് പാസാക്കിയതാണ്. ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ഭരണഘടനയുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കേരള എന്നതിന് പകരം കേരളം എന്ന് മാറ്റും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കേരളം എന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്രത്തെ സമീപിക്കുകയും കേന്ദ്ര സർക്കാർ അതിന് പച്ചക്കൊടി കാട്ടുകയും ഇപ്പോൾ അതൊരു നിയമമായി മാറുകയും ചെയ്തിരിക്കുന്നത്. കേരളം എന്ന നിലയിലേക്ക് പേര് മാറണം. മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ കേരളം എന്നാണ് സാധാരണഗതിയിൽ ഉച്ചരിക്കുന്നത്. കേരള എന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പരിച്ഛേദമാണ് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഏതായാലും ആ ബില്ലിന് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും വലിയ ചർച്ചകളൊന്നും ഇല്ലാതെയാണ് ബില്ല് പാസാക്കിയത്. ലോക്സഭയിൽ വലിയ ബഹളത്തിനിടെയായിരുന്നു ഈ ബില്ല് പാസാക്കിയെടുത്തത്. രാജ്യസഭയിൽ ചെറിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നു. ഇനി മുതൽ കേരള എന്നതിന് പകരം കേരളം എന്ന നിലയിലായിരിക്കും എല്ലായിടത്തും ഉപയോഗിക്കുക. ശ്രുതി. ഓക്കെ, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.